പണ്ടത്തെ കേരളത്തിനെ കുറിച്ച് നിങ്ങൾ ഇന്നും സത്യമാണെന്ന് വിശ്വസിച്ചിരിക്കുന്ന ലോക പൊട്ടത്തരങ്ങൾ പാർട്ട് 1. പണ്ടത്തെ ആൾക്കാർക്ക് ഭയങ്കര ആയുസും കാര്യങ്ങളൊക്കെ ഇന്നിപ്പോൾ എല്ലാവർക്കും രോഗവും കാര്യങ്ങളൊക്കെ അല്ലേ എന്നത്. ഇത് ലോക പൊട്ടത്തരമായിട്ടൊരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ അതിലൊരു നടക്കും തന്നെ ഇല്ല കേട്ടോ. അതായത് ഇത് നമ്മൾ പലപ്പോഴും പറയാറുള്ളത് ആക്ച്വലി ഒന്നോ രണ്ടോ അപ്പൂപ്പന്മാർ അല്ലെങ്കിൽ അമ്മമാരൊക്കെ കണ്ടുകൊണ്ടായിരിക്കും. അതായത് അവർക്ക് 90-100 വയസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സോ അവരുടെ ആരോഗ്യം കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ടോ എമ്മായി ആരോഗ്യമുള്ള ആൾക്കാരൊക്കെ അതിൽ പലപ്പോഴും നമ്മൾ കമന്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. എന്നാൽ ആക്ച്വലി അവരുടെ ഒപ്പമുള്ള ആൾക്കാരൊക്കെ എവിടെ പോയി അന്വേഷിച്ച് കഴിഞ്ഞാൽ മാത്രം അതിന്റെ ഉത്തരം നമുക്ക് ലഭിക്കും. അതായത് ഭാഗ്യം കൊണ്ടോ അല്ലെങ്കിൽ അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് ഇത്തരത്തിൽ കുറച്ച് പേരൊക്കെ ജീവിക്കുന്നുണ്ടാവും. എന്നാൽ ആക്ച്വലി കഴിഞ്ഞ ഒരു നൂറ്റാണ്ടിന് നമ്മളെ കേരളത്തിന് എവിടുത്തെ ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് ഇവിടെ മാക്സിമം ആൾക്കാർ ജീവിച്ചിട്ടുണ്ടായിരുന്നത് 35 വയസ്സ്. അതായത് 35 വയസ്സൊക്കെ ആയിരുന്നു ഇവിടുത്തെ മാക്സിമം ലൈഫ് സ്പാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് തിരുവിതാംകൂർ രാജാക്കന്മാരുടെയൊക്കെ ചരിത്രം നിങ്ങളൊക്കെ പഠിച്ചു, അല്ലെങ്കിൽ അവരുടെ വയസ്സിനെ കുറിച്ച് നിങ്ങൾ പഠിച്ചു നോക്കുക. അതായത് 25-35 മാക്സിമം കൂടി പോയാൽ 40 വയസ്സൊക്കെ അവർ പോലും ജീവിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അത് അക്കാലത്ത് ഏറ്റവും സെറ്റപ്പ്, ഏറ്റവും എന്താ പറയുക, ചികിത്സയും നല്ല ചികിത്സകളൊക്കെ ലഭിക്കേണ്ടത് അവർക്കല്ലേ. എന്നിട്ട് അവർ പോലും അത്ര വയസ്സൊക്കെ ജീവിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അന്നത്തെ ശരാശരിയായിട്ടുള്ള ഒരു ആയുസ് എന്ന് പറഞ്ഞാൽ 35 വയസ്സൊക്കെ ആയിരുന്നു. ചിലപ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ ഭാഗ്യം കൊണ്ട് ഒരുപാട് വയസ്സ് ജീവിച്ചിട്ടുണ്ടായിരിക്കാം. എന്നാൽ അധികം ആൾക്കാർ തന്നെ 35 വയസ്സൊക്കെ ആയിരുന്നു. അത് സാധാരണ ചെറിയ ഇന്ന് തലവേദന, പനി എന്നൊക്കെ പറയുന്ന സാധാരണ അസുഖങ്ങളൊക്കെ വന്നിട്ടായിരുന്നു. അത് നിസ്സാരമായിട്ട് കാണുന്ന സാധാരണ അസുഖങ്ങളൊക്കെ വന്നിട്ടായിരുന്നു അവർ മരണപ്പെടാറ് പോലും ഉണ്ടായിരുന്നത്. ആ ഒരു ഇതാണ് ഇന്നിപ്പോൾ എന്താ പറയുക 70-80-90 വയസ്സിലോട്ടൊക്കെ ആയി മാറി. അത് സയൻസിൻ്റെ മോഡിഫിക്കേഷൻ ശാസ്ത്രം കാരണം. ഓക്കെ.